അതിരപ്പള്ളിയുടെ മലയോര മേഖലയിൽ അതിരൂക്ഷമാകുന്ന വന്യമൃഗ ആക്രമണത്തിന് ശാശ്വതമായ പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ജനകീയ കൂട്ടായ്മ പ്രതിഷേധ ജാഥ നടത്തി. വെറ്റിലപ്പാറയിൽ നിന്നും കൊന്നക്കുഴി ഫോറസ്റ്റ് സ്റ്റേഷനിലേക്കാണ് ജാഥ നടത്തിയത്. വൈകിട്ട് 6 മണിയോടെ വെറ്റിലപ്പാറ പാലത്തിന് സമീപത്തു നിന്നാണ് ജാഥ ആരംഭിച്ചത്. തുടർന്ന് അരൂർ മുഴിയിലുള്ള കൊന്നക്കുഴി ഫോറസ്റ്റ് സ്റ്റേഷന് മുന്നിലെത്തി സമാപിച്ചു. കുരങ്ങുകളും മ്ലാവുകളും കാട്ടുപന്നികളും കാട്ടാനകളും വ്യാപകമായി മേഖലയിൽ കൃഷി നശിപ്പിക്കുന്നുണ്ട്. കാട്ടാനകളുടെ ആക്രമണത്തിൽ നിന്ന് പലപ്പോഴും നാട്ടുകാർ ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെടുന്നത്. ഇതിൽ നിന്നെല്ലാം മലയോര ജനതയ്ക്ക് മോചനം വേണമെന്ന ആവശ്യം ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം. വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിലും കൃഷിയിടങ്ങളിലും ഇറങ്ങുന്നതിന് പരിഹാരം കണ്ടില്ലെങ്കിൽ ഇനിയും വിവിധ സമരപരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്നും ജനകീയ സമരസമിതി മുന്നറിയിപ്പ് നൽകി. പഞ്ചായത്ത് പ്രസിഡന്റ് കെ റിജേഷിന്റെ നേതൃത്വത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളും സന്നദ്ധ സംഘടനകളും ചേർന്ന് രൂപീകരിച്ച ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഫെൻസിങ്ങിന്റെ പണി എത്രയും വേഗം പൂർത്തീകരിക്കുക. അത് പല ഘട്ടങ്ങളിലായി തുടങ്ങിയിട്ടും നിർത്തിവെക്കുന്ന പലതരത്തിലുള്ള അനുഭവങ്ങളുണ്ടായി. അത് എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കുന്നതിനുള്ള നടപടി വനംവകുപ്പ് സ്വീകരിക്കണം. ഒരു സൈഡിലെ മാത്രമാണ് ഇപ്പൊ പണി നടക്കുന്നത്. അത് വ്യത്യസ്ത പ്രദേശങ്ങളിൽ കൂടുതൽ പണിക്കാരെ ഇട്ടുകൊണ്ട് ഈ ഫെൻസിങ്, നമ്മുടെ തൂക്ക് ഫെൻസിങ് എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കണം. അതാണ് ഈ സമരസമിതി ഒന്നാമതായി മുന്നോട്ട് വയ്ക്കുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം, നാടിനറിയുന്ന നാട്ടിലെ എല്ലാ കാര്യങ്ങൾക്കും വനംവകുപ്പിന് വേണ്ടി മൊഴി പറഞ്ഞു കൊടുത്ത ജോമി എന്ന പ്രിയപ്പെട്ട ഞങ്ങളുടെ സഹോദരനും ഇവിടുത്തെ ആനയുടെ വാച്ചനമുള്ള ജോമിയെ തിരിച്ചെടുത്തില്ലെങ്കിൽ ഈ സമരം കൂടുതൽ ശക്തിയുക്തമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി ഈ ജനകീയ സമരസമിതി തീരുമാനിക്കും. അത് രണ്ടാമത്തെ ഘടകമാണ്. എത്രയും പെട്ടെന്ന് ജോമിയെ തിരിച്ചെടുക്കണം. അതോടൊപ്പം തന്നെ നാട്ടിലെ ജനങ്ങളുടെ ജീവിതം പൊറുതിമുട്ടുന്ന യൂട്യൂബർമാർക്കെതിരെയും ചാനൽ തൊഴിലാളികൾക്കും ജഡ്ജിമാർക്കുമെതിരെ സന്ധിയില്ലാത്ത സമരം നടത്തേണ്ടി വരും. അത് നടത്തുന്നതിന് മുമ്പ് ഇവിടുത്തെ വനം വകുപ്പ് അവർക്ക് കൃത്യമായ നടപടി സ്വീകരിക്കണം. ഏതെങ്കിലും ഒരു പാവപ്പെട്ടവൻ വനത്തിനകത്ത് കയറിയാൽ കാണിക്കുന്ന നിയമ നടപടിയോ ജാഗ്രതയോ കാണിക്കാൻ വനം വകുപ്പ് തയ്യാറായില്ലെങ്കിൽ നാട്ടുകാർ പോലീസ് സംവിധാനത്തെ നിയമവാഴ്ചയും കയ്യിലേന്തി ആ പറയുന്ന യൂട്യൂബർമാരെയും ഇവിടുത്തെ ചാനൽ മുതലാളിമാരെയും നിലയ്ക്ക് നിർത്താൻ നിയമമുണ്ടാക്കി ഈ നാട്ടിലെ ജനങ്ങൾ അണിനിരക്കുമെന്നാണ് രണ്ടാമതായി നിങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്. മൂന്നാമത്തെ കാര്യം, അതോടൊപ്പം തന്നെ ഇവിടെ വാച്ചർമാരെ നിയമിക്കണമെന്ന 2-3 തലത്തെ മീറ്റിംഗ് കളക്ടർ ചേംബറിൽ നടന്ന യോഗത്തിലും ഗ്രാമപഞ്ചായത്തും ജനകീയ സമരസമിതി ആവശ്യപ്പെട്ടിട്ടുള്ള പ്രകാരം നമ്മുടെ നാട്ടിലെ ജനങ്ങളെ വാച്ചർമാരായി വെച്ചുകൊണ്ട് നാടറിയുന്നവരെ, നാട്ടിലെ വീടുകൾ അറിയുന്നവരെ വാച്ചർമാരായി പോസ്റ്റ് ചെയ്യണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. നാളിതുവരെയായി പാലിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ പ്രിയപ്പെട്ട വനം വകുപ്പിനോട് പറയാനുള്ളത്, ഈ സമരം കേവലം സൂചന മാത്രമാണെങ്കിൽ അടുത്ത സമരം സൂചനയല്ല. ഈ സൂചനയിലും നിങ്ങൾ ഇനി ഈ പറയുന്ന നിർദ്ദേശങ്ങൾ പാലിക്കപ്പെടാൻ തയ്യാറായില്ലെങ്കിൽ വനം വകുപ്പിന്റെ നിയമം പൊളിച്ചെഴുതിക്കൊണ്ട് അതിരപ്പള്ളിക്ക് ഒരു പുതിയ നിയമം ഉണ്ടാക്കി ആ പുതിയ നിയമത്തിന്റെ കാവലാളാണ് ജനങ്ങൾ ഇവിടുത്തെ വനത്തെ എങ്ങനെ സേവിക്കുമെന്ന് നിങ്ങൾക്ക് തിരിച്ചു കാണിച്ചു തരുന്ന ഒരു നിയമ നടപടിയിലേക്ക് ഈ ഗ്രാമപഞ്ചായത്തും ജനകീയ സമരവും മുന്നോട്ട് പോകുമെന്നാണ് എനിക്ക് പ്രഖ്യാപിക്കാനുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ട അധികാരികളെ, ഏതെങ്കിലും നിലത്തിൽ നിങ്ങളുടെ അധികാരങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങളുടെ നെഞ്ചത്ത് കയറാനാണ് ഭാവമെങ്കിൽ ഇതിന്റെ രൂപം മാറാൻ അധികം നാളിന് വേണ്ടിവരില്ല. അതുകൊണ്ട് ഈ 4 മുദ്രാവാക്യങ്ങൾ ഇവിടെ ഞങ്ങൾ ജാതിയിൽ ഉടനീളം പ്രഖ്യാപിച്ച 4 മുദ്രാവാക്യങ്ങൾ പാലിക്കപ്പെടാൻ എത്രയും പെട്ടെന്ന് നാളെ വനംവകുപ്പിന്റെ മന്ത്രിയുടെ ഇവിടെ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ജനകീയ സമരസമിതിക്ക് വേണ്ടി നമ്മൾ വെച്ച നിർദ്ദേശങ്ങളുടെ ഒരു നിവേദനം ഇവിടെ സമർപ്പിക്കും. മന്ത്രിക്ക് നിവേദനം കൊടുത്തതിന് ശേഷം എത്രയും പെട്ടെന്ന് ഞങ്ങൾ വെച്ച മുദ്രാവാക്യം പാലിക്കപ്പെട്ടില്ലെങ്കിൽ സമരത്തിന്റെ ഗതി മാറും, അല്ലെങ്കിൽ മാറ്റേണ്ടി വരുമെന്ന് നിങ്ങളോട് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ വന്നുകൂടിയിട്ടുള്ള മുഴുവൻ ആൾക്കാർ, ആബാലവൃദ്ധം ജനങ്ങൾ, കുട്ടികൾ, സ്ത്രീകൾ, നമുക്ക് പൊറുതിമുട്ടാണ്. അതിരപ്പള്ളിയുടെ ചരിത്രത്തിൽ ഒരിക്കൽ പോലും ഇത്രമധികം ജനങ്ങൾ അവരുടെ ജീവിത പ്രയാസഘട്ടങ്ങളിലൊന്നും ഒരു സർക്കാരിനെതിരെയോ ഒരു സംവിധാനത്തിനെയോ അണിനിരന്നിട്ടില്ല. അവരുടെ ജീവിതം അത്രമേൽ ദുസ്സഹമായ സാഹചര്യത്തിൽ ഈ പൊറുതിമുട്ടിനെതിരെ തടിച്ചുകൂടിക്കുക മുതൽ ജനാവലിയെ സാക്ഷി നിർത്തിക്കൊണ്ട് നമ്മളോട് പറയാണ്, ഈ പറയുന്ന 4 മുദ്രാവാക്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വനംവകുപ്പ് തയ്യാറായില്ലെങ്കിൽ നമുക്ക് ഇനിയും രാവും പകലുമില്ലാതെ തെരുവിലിറങ്ങേണ്ടി വരും. നിങ്ങളെല്ലാവരും അത്തരം സമരത്തിൽ കൂടേണ്ടാവണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസ അർപ്പിച്ചുകൊണ്ട് ഇത് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു.